നമ്മൾ ഈ കുടലിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ അത് കേവലം ഗ്യാസ് മാത്രമാണ് എന്ന് പറഞ്ഞ് അവഗണിക്കരുത്. നമ്മുടെ ഗ്യാസ് ഉണ്ടാകുന്നത് നമ്മുടെ കുടൽ നമുക്ക് നൽകുന്ന ഒരു വാണിംഗ് ആണ്. കുടലൊരു സൂചന നൽകുകയാണ്, ഞാൻ കുറച്ച് അപകടത്തിലാണ്, എന്നെ ഒന്ന് സംരക്ഷിക്കണം എന്നതിന് നമ്മുടെ കുടൽ നമ്മുടെ ശരീരത്തിന് കാണിച്ചു തരുന്ന അല്ലെങ്കിൽ നമ്മളോട് കാണിച്ചു തരുന്ന ഒരു വാണിംഗ് സൈനാണ്, ഒരു സൂചനയാണ് ഈ വയറ് വീർത്തുകെട്ടലും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താ? ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുടലിലെ ഗട്ട് മൈക്രോബയോം, അതായത് കുടലിലെ ബാക്ടീരിയകൾ, അതിൽ നല്ല ബാക്ടീരിയയും ചീത്ത ബാക്ടീരിയയും ഉണ്ട് എന്ന് നമുക്കറിയാം. നല്ല ബാക്ടീരിയകളുടെ എല്ലാം അളവ് കുറയുകയും ചീത്ത ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുവഴി കുടലിൻ്റെ ലൈനിങ്, ഗട്ട് ലൈനിങ് കേടുവരുന്ന ഒരു പ്രശ്നം ഉണ്ടാകും. അത് ലീക്കി ഗട്ട് സിൻഡ്രോം, അതായത് കുടലിൻ്റെ ചോർച്ച പോലെയുള്ള അസുഖങ്ങളിലേക്ക് നയിക്കും. അതുപോലെ IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, IBD, ഇറിറ്റബിൾ ബവൽ ഡിസീസ്, ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ് പോലെയുള്ള IBD, ഈ അസുഖങ്ങളിലേക്കൊക്കെ നയിക്കാൻ കാരണമാകുന്ന ഒന്നാണ് ഇത്. അതുമാത്രമല്ല, ഒരുപാട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, ഇപ്പോൾ വാതരോഗങ്ങളിൽപ്പെട്ട റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, തൈറോയ്ഡ് രോഗങ്ങളിൽപ്പെട്ട ഹാഷിമോട്ടോസ് തൈറോയ്ഡൈറ്റിസ്, ഇതിൻ്റെയൊക്കെ ഒരു പ്രഭവ കേന്ദ്രം ഒരു പക്ഷേ നമ്മുടെ കുടലിലെ ഈ ബാക്ടീരിയകളുടെ അസന്തുലിതാവസ്ഥയാകാം. ശരിയായ രീതിയിൽ ന്യൂട്രിയൻസ് ഒന്നും കുടലിൽ നിന്ന് ആഗിരണം ചെയ്യപ്പെടാത്തത് മൂലം നമുക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാകാം, നമുക്ക് വിളർച്ച വരാം, അനീമിയ, രക്തക്കുറവുണ്ടാകാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗട്ട് ബ്രെയിൻ ആക്സിസിനെ സംബന്ധിച്ച്. ഗട്ട് ബ്രെയിൻ ആക്സിസിൽ കേട് സംഭവിക്കുന്നതുകൊണ്ട് നമ്മുടെ മാനസിക ആരോഗ്യത്തിന് കേടുപാടുകൾ സംഭവിക്കാം. നമുക്ക് എപ്പോഴും ഒരു വിഷാദമുണ്ടാകാം, നമുക്ക് ഒന്നും ചെയ്യാനുള്ളൊരു താല്പര്യക്കുറവുണ്ടാകാം. ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക്, മെറ്റബോളിക് ഡിസീസസ് ഉണ്ടാകാം. നമുക്ക് ജീവിതശൈലി രോഗങ്ങളുടെ ഒരു തുടക്കം ഒരുപക്ഷെ നമ്മുടെ കുടലിൽ നിന്നാകാം. അപ്പം ഇത്തരത്തിൽ ഒരുപാട് അസുഖങ്ങളിലേക്ക് നമ്മളെ തള്ളിവിടാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ കുടലിലെ നല്ല ബാക്ടീരിയയും ചീത്ത ബാക്ടീരിയയും തമ്മിലുള്ള അസന്തുലിതാവസ്ഥ എന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ കുടൽ എന്തെങ്കിലും ഒരു ലക്ഷണം നമ്മളെ ശരീരത്തിനോട് സൂചിപ്പിക്കുമ്പോൾ അത് ആ അർത്ഥത്തിൽ തന്നെ എടുക്കുകയും കുടലിൻ്റെ ആരോഗ്യം വളരെ ശരിയായി പാലിക്കുക, കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കേവലം ഗ്യാസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരവൽക്കരിക്കുകയോ അല്ലെങ്കിൽ അതൊരു പരിഹാസമായി കരുതുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. താങ്ക് യു.